നമസ്കാരം. ഹർത്താൽ ദിനത്തിൽ കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ക്യാൻസർ ചികിത്സയ്ക്ക് എത്തിയ കാലടി സ്വദേശിയായ 48-കാരനെയും ഭാര്യയെയും ഹർത്താൽ അനുകൂലികൾ വഴിയിൽ തടഞ്ഞ സംഭവത്തിൽ CSDS നേതാവിനെ റിമാൻഡ് ചെയ്തു. അജിമോൻ ചാലക്കേരിയിൽ എന്ന നേതാവിനെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 14 ദിവസം റിമാൻഡ് ചെയ്ത് മാവേലിക്കര സബ് ജയിലിലേക്ക് അയച്ചു. തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിന് മുൻവശമായിരുന്നു ഇവരെ തടഞ്ഞത്. ക്യാൻസർ രോഗിയാണെന്നും അത്യാവശ്യ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് പോയേ മതിയാകൂ എന്ന് കേണപേക്ഷിച്ചിട്ടും ഹർത്താൽ അനുകൂലികൾ ഇവരെ പോകാൻ അനുവദിച്ചില്ല. പോലീസിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും പട്ടികജാതിക്കാരുടെ ഹർത്താൽ പൊളിക്കാൻ ശ്രമിക്കുന്ന വെളുത്ത പോലീസ് എന്ന് അധിക്ഷേപിക്കുകയും ചെയ്തു. തുടർന്ന് തിരുവല്ല പോലീസ് ഇടപെട്ട് പോലീസ് വാഹനത്തിൽ രോഗിയെയും ഭാര്യയും കോഴഞ്ചേരിയിലെ സ്വകാര്യ ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗമാണെന്നും ചികിത്സ ലഭിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാമെന്നും രോഗിയും ഭാര്യയും പലതവണ അപേക്ഷിച്ചിട്ടും കരുണ കാണിക്കാത്ത സമരാനുകൂലികൾക്കെതിരെ തിരുവല്ല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. രോഗിയെ ഉൾപ്പെടെ തടയാൻ നേതൃത്വം കൊടുക്കുകയും പോലീസിനെ അധിക്ഷേപിക്കുകയും ചെയ്തു. ഇവർ ഹർത്താൽ പൊളിക്കാനാണോ നീ വന്നത് എന്ന് ചോദിച്ച് ഇവർ രോഗിയോട് ആക്രോശിച്ചു. എന്നാൽ രോഗത്തിന് ഹർത്താൽ ഉണ്ടോ? അസുഖം മൂർച്ഛിച്ചാൽ ആശുപത്രിയിൽ പോകേണ്ടേ? ഒരു രോഗിയോട് ഇത്തരത്തിൽ പെരുമാറരുതെന്ന് ബന്ധുക്കളും പ്രതികരിച്ചു. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കി ഇരുകൂട്ടരെയും സ്ഥലത്തു നിന്ന് മാറ്റിയത്. ഹർത്താലിനെതിരെ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. പൊതുജനത്തെ തടഞ്ഞതടക്കമുള്ള സംഭവത്തിൽ വിശദീകരണം തേടി ഹർത്താൽ ആഹ്വാനം ചെയ്ത സംഘടനാ നേതാക്കൾക്ക് കോടതി നോട്ടീസ് അയച്ചു. ഹർത്താലുമായി ബന്ധപ്പെട്ട അക്രമ സംഭവത്തിൽ 29 കേസുകൾ രജിസ്റ്റർ ചെയ്തതായി സംസ്ഥാന പോലീസ് മേധാവി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. 100ഓളം പേരെ അറസ്റ്റ് ചെയ്തതായും DGP റിപ്പോർട്ട് നൽകി.